നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ മാംസം തിന്നുന്ന ഭീമൻ പരാതം. മുറിവുകളിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് പിന്നീട് മാംസം തുരന്ന് ഉള്ളിലേക്കെത്തി മനുഷ്യനെ കൊന്നുകളയും. കന്നുകാലി വ്യവസായത്തിലും ആരോഗ്യ മേഖലയിലും കനത്ത ആശങ്കയ്ക്ക് വഴിവെച്ച് അമേരിക്കയിൽ 50 വർഷത്തിനിടെ ആദ്യമായി മാംസം ഭക്ഷിക്കുന്ന സ്ക്രൂവേം പരാതബാധ മനുഷ്യനിൽ സ്ഥിരീകരിച്ചു. മേരിലാൻഡിലാണ് ഗുരുതര പരാതബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എൽസാൽവദോറിൽ നിന്ന് അടുത്തിടെ മടങ്ങിയെത്തിയ വ്യക്തിയിലാണ് മാംസം ഭക്ഷിക്കുന്ന പരാതത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനാണ് പരാതബാധ സ്ഥിരീകരിച്ചത്. പരാതബാധ ബാധിതനായ യുവാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരം CDC പുറത്തുവിട്ടിട്ടില്ല. പൊതുജനാരോഗ്യത്തിന് ഏറെ ആശങ്കയില്ല എന്ന് CDC അവകാശപ്പെടുമ്പോഴും മൃഗങ്ങളിൽ പരാതബാധയുണ്ടാകുന്നത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് CDC വിശദമാക്കുന്നത്. കന്നുകാലി വളർത്തലിന് പരാതബാധ ഗുരുതര വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഇറച്ചി വിൽപ്പനക്കാർക്കും കന്നുകാലി വളർത്തുന്നവർക്കും ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ കന്നുകാലി വളർത്തലിന്റെ കേന്ദ്രമായ ടെക്സസിൽ $1.8 ബില്യൺ നഷ്ടമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് നിലവിലുള്ളത്. സ്ക്രൂവോം യഥാർത്ഥത്തിൽ ഒരു പുഴുവല്ല, മറിച്ച് ന്യൂ വേൾഡ് സ്ക്രൂവോം എന്ന ഒരു ഈച്ചയാണ്. ഇതിന്റെ ലാവകൾ ജീവജാലങ്ങളെയും അപൂർവ സന്ദർഭങ്ങളിൽ മനുഷ്യരുടെയും മാംസം ഭക്ഷിക്കുന്നു. തുറന്ന മുറിവുകളിലൂടെ ശരീരത്തിനുള്ളിലെത്തുന്ന ഇവ ശരീര കലകളെയാണ് ഭക്ഷണമാക്കുന്നത്. തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ പരാതബാധ മാരകമായേക്കാം. ന്യൂ വേൾഡ് സ്ക്രൂവോമിന്റെ പെൺ ഈച്ചകൾ മുറിവുകളിൽ 100 കണക്കിന് മുട്ടകളാണ് ഇടുന്നത്. മുട്ടകൾ വിരിയുന്നതോടെ ഈ ലാർവകൾ മാംസം തുരന്ന് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. തുളച്ചു കയറാൻ സാധിക്കുന്ന രീതിയിലുള്ള വായുള്ളതിനാലാണ് ഇവയ്ക്ക് ഈ പേര് നൽകിയിട്ടുള്ളത്. ഒരു പെണ്ണീച്ച അതിന്റെ ജീവിതകാലത്ത് 3000 മുട്ടകളോളമാണ് ഇടുന്നത്. മുറിവുകൾ ഏറെക്കാലം ഉണങ്ങാതെ ഇരിക്കുക, മുറിവിനുള്ളിൽ, കണ്ണിൽ, വായിൽ, മൂക്കിൽ എന്നിവയിൽ എന്തോ ഉള്ളതുപോലെ അനുഭവപ്പെടുക, അണുബാധിച്ച ഭാഗത്ത് നിന്ന് ദുർഗന്ധമുണ്ടാകുക, മുറിവിൽ പുഴുക്കൾ ഉണ്ടാകുക തുടങ്ങിയവയാണ് പരാതബാധയുടെ ലക്ഷണങ്ങൾ. ഇപ്പോൾ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അമേരിക്ക. കന്നുകാലി വളർത്തുന്നവർ ഏറ്റവും ശ്രദ്ധയോടെ ഇരിക്കണമെന്നും കന്നുകാലികളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കണമെന്നും അവ അവശ നിലയിൽ എത്തുന്നതായി കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ മൃഗാശുപത്രികളിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനിടെ കേരളത്തെ കാർന്നു തിന്നുന്ന വില്ലനും ഭയപ്പെടുത്തുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനം തടയാൻ ഈ മാസം 30-നും 31-നും സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ജലസംഭരണ ടാങ്കുകൾ തേച്ചു കഴുകി വൃത്തിയാക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങിയ എല്ലായിടത്തെയും ജല ടാങ്കുകൾ വൃത്തിയാക്കണം. രോഗബാധ പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരളം മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനകീയ ക്യാമ്പയിനിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സ്ഥാപനങ്ങളും പങ്കെടുക്കും. ആരോഗ്യ വകുപ്പ് ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതി വിലയിരുത്തി. ഈ വർഷം 41 അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലായി 18 ആക്ടീവ് കേസുകളാണുള്ളത്. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, വാട്ടർ തീം പാർക്കുകൾ, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ക്ലോറിൻ അളവ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഇത് പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കും. കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കുളങ്ങളും ജലസ്രോതസ്സുകളും വൃത്തിയാക്കലും അവയിലേക്ക് എത്തുന്ന മാലിന്യ വഴികൾ അടയ്ക്കലും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തണം. കുളങ്ങളിലും തടാകങ്ങളിലും മറ്റും അടിഞ്ഞ പായലും മാലിന്യങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നീക്കണം. വെള്ളത്തിൽ ഇറങ്ങുന്നവർ എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. ഓണാവധിക്ക് ശേഷം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും. അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയ കുളങ്ങളുടെയും ജലാശയങ്ങളുടെയും സമീപത്ത് ജാഗ്രതാ നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നിശ്ചലവും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ ചാടുന്നതും മുങ്ങുന്നതും ഒഴിവാക്കുക. നീന്തുമ്പോഴും മുങ്ങുമ്പോഴും നോസ് പ്ലഗ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൂക്ക് വിരലുകളാൽ മൂടുക.
ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ തല വെള്ളത്തിൽ മുങ്ങാതെ ശ്രദ്ധിക്കുക. ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അടിത്തട്ട് കുഴിക്കുന്നതും കലക്കുന്നതും ഒഴിവാക്കുക. നീന്തൽക്കുളങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, സ്പാകൾ എന്നിവ ശുചിത്വത്തോടെ ക്ലോറിനേഷൻ ചെയ്ത് ശരിയായ രീതിയിൽ പരിപാലിക്കണം. സ്പ്രിംഗ്ലറുകൾ, ഹോസുകൾ എന്നിവയിൽ നിന്നുള്ള വെള്ളം മൂക്കിനുള്ളിൽ പതിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. തിളപ്പിച്ച് ശുദ്ധമാക്കാത്ത വെള്ളം ഒരു കാരണവശാലും കുട്ടികളുടെയോ മുതിർന്നവരുടെയോ മൂക്കിൽ ഒഴിക്കരുത്. ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോഴോ മുഖം കഴുകുമ്പോഴോ വെള്ളം മൂക്കിനുള്ളിൽ പോകാതെ സൂക്ഷിക്കുക. ജലാശയങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കുക. പൊതുജലാശയങ്ങളിലേക്ക് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുക്കരുത്. ജലസംഭരണികളും വലിയ ടാങ്കുകളും 3 മാസം കൂടുമ്പോൾ തേച്ചു കഴുകണം. തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പരമാവധി എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, ഈ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. കൂടാതെ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക. ടാപ്പുകളിൽ നിന്നും ഒക്കെയുള്ള വെള്ളം കുടിക്കുന്നത്, പച്ചവെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. വലിയൊരു പ്രതിസന്ധി കൂടിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കണമെന്നാണ് ഇപ്പോൾ വകുപ്പ് മേധാവികൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.